വെവ്വേറെ രാഷ്ട്രീയം കൊണ്ട് നടക്കുമ്പോഴും രാജ്യസ്നേഹം ഒരു ഭാരത പൗരനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു? ഇതിന്റെ രണ്ട് മുഖങ്ങളാണ് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയും ശശി തരൂരും. രാജ്യത്തിനായി പാകിസ്ഥാനെതിരെ തരൂർ ഘോരഘോരം സംസാരിക്കുമ്പോൾ വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് ഭാരതത്തിലിരുന്ന് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടേണ്ടത് സിനിസ്റ്റർ എന്ന വാക്കുകൊണ്ട്. യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും അറിയാത്ത രാഹുൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ പോലും യോഗ്യത ഇല്ലാത്ത ആൾ എന്ന വിലയിരുത്തലുകൾ ശ്രദ്ധേയമാകുന്നു. അത്തരമൊരു വിലയിരുത്തലിലേക്ക് പോകാം. നിങ്ങൾ കരുത്തനായിരിക്കുമ്പോൾ ദുർബലനെന്ന് കാണിക്കാം, പക്ഷേ നിങ്ങൾ ദുർബലനായിരിക്കുമ്പോൾ കരുത്തനാണ് എന്ന് കാണിക്കണം. യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രമുഖ വാചകമാണിത്. ചൈനയുടെ ഒരു പഴയകാല സൈനിക ജനറലായ സുൻസു എഴുതിയ ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിലുള്ളതാണ് ഈ വാചകം. രാഷ്ട്രീയ ഭരണകർത്താക്കൾ ആകാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം യുദ്ധത്തിൻ്റെ അടിസ്ഥാന മനഃശാസ്ത്രം അത് ഇതിലുണ്ട്. ഏതെങ്കിലും രാജ്യത്തിൻ്റെയും ഭരണാധികാരിയോ വിദേശകാര്യമന്ത്രിയോ ഒരു യുദ്ധമുണ്ടായാൽ അതിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് മാധ്യമങ്ങളോട് പറയരുത്. ലോകത്തിലെ എല്ലാ രാജ്യതന്ത്ര വിദഗ്ധരും പറയുന്ന ഒരു കാര്യം അതാണ്. യുദ്ധവിശകലന വിദഗ്ധരും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന നേതാവിന് ഒരു യുദ്ധമുണ്ടാവുന്ന അവസരത്തിൽ എതിരാളിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം, തെളിവ് സഹിതം അത് വിശദീകരിക്കാം. അതല്ലാതെ സ്വന്തം നഷ്ടങ്ങൾ യുദ്ധസമയത്ത് വെളിപ്പെടുത്താതിരിക്കലാണ് ജനങ്ങളുടെയും സൈന്യത്തിൻ്റെയും മനോവീര്യം ബലപ്പെടുത്തുന്നതിന് ആവശ്യം എന്നത് യുദ്ധതന്ത്രത്തിലെയും ഒപ്പം രാജ്യഭരണത്തിലെയും ബാലപാഠമാണ്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇത് അറിയില്ല. പിന്നെ എങ്ങനെയാണ് 4 ദശകത്തോളം ഇന്ത്യ ഭരിച്ച ഏറെ ദേശീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കിരീടം വെക്കാത്ത രാജാവായി വിലസുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. പലപ്പോഴും സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചും വിശകലനം ചെയ്തും രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹം ആരുടെയോ ഒക്കെ ഒരു ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളാണ് എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. അദ്ദേഹം ഒരു വായനക്കാരനാണോ എന്നറിയില്ല. കുറഞ്ഞപക്ഷം നെഹ്റുവും ഇന്ദിരാഗാന്ധി പുസ്തകങ്ങൾ വായിക്കുകയെങ്കിലും ചെയ്തിരുന്നു എന്നത് രാഹുൽ ഗാന്ധിയെ ഉപമിക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരവും രീതിയും ആശയം പങ്കുവെക്കലും ഒക്കെ വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ചാണ്. രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. അതേസമയം യുദ്ധത്തിൽ സുതാര്യത നിലനിർത്താൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്താം. ഇക്കാര്യം ഇന്ത്യൻ സേന പറയുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സേനയുടെയും ആത്മവീര്യം നശിപ്പിക്കാനായി വ്യാജ കഥകൾ, നഷ്ടകഥകൾ, ഇല്ലാത്ത നഷ്ടകഥകൾ ഇതൊക്കെ പെരുപ്പിച്ച് പറഞ്ഞതാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം മെയ് 11-ാം തീയതി രാഹുൽ ഗാന്ധി കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി? പാകിസ്ഥാൻ ഇക്കാര്യം അറിയാം. ഇക്കാര്യത്തിൽ ജയശങ്കറുടെ മൗനം കുറ്റകരമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന. ഇക്കാര്യം പാകിസ്ഥാൻ അറിയാം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അടിസ്ഥാനം 3 റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ പ്രസ്താവന അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഇതുവരെയും പാകിസ്ഥാനോ ചൈനയോ അമേരിക്കയോ ഒരു റഫാൽ ജെറ്റിന്റെ ചിത്രം പോലും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ജയശങ്കറിനോടുള്ള ചോദ്യത്തെ പലരും വിശേഷിപ്പിച്ചത് സിനിസ്റ്റർ എന്ന പദം കൊണ്ട്. കാരണം പൈശാചികമായ കുടിലബുദ്ധിയുള്ള, ദ്രോഹചിന്തയുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സിനിസ്റ്റർ എന്ന പദം കൊണ്ട് നമ്മളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ ഇന്ത്യയെ നന്നാക്കാനല്ല, എന്നാൽ ഇന്ത്യയുടെ മഹത്വം പറയാനുമല്ല, ഇന്ത്യയെ ദ്രോഹിക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കൻ പത്രങ്ങൾ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. റഷ്യ തകർന്നു എന്നുവരെ കഥകളെത്തി. പുടിന് മാറാരോഗമാണ് എന്ന കഥകൾ മെനഞ്ഞു. പക്ഷേ റഷ്യ യുദ്ധം നിർത്തിയിട്ടില്ല. ഉക്രൈനെ ഇപ്പോഴും റഷ്യ തിരിച്ചടിക്കുകയാണ്. അതാണ് സത്യം. ഇറാഖ് US യുദ്ധം നോക്കുകയാണെങ്കിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ മുഴുവൻ അപകടകരമായ രാസായുധങ്ങൾ സദ്ദാം ഹുസൈൻ ഒളിപ്പിച്ചു വെച്ചു എന്നായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷേ സദ്ദാമിനെ തടവുകാരനായി പിടിച്ച ശേഷം ഈ രാസായുധങ്ങളെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അതാണ് യുദ്ധം. അതിൽ പാലിക്കേണ്ട മര്യാദകൾ ഏത് നേതാവും പാലിച്ചേ പറ്റൂ. അതേക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു നേതാവിൻ്റെ കൈകളിൽ കോൺഗ്രസിൻ്റെ കടിഞ്ഞാൺ ഏൽപ്പിച്ചത് ഭാരതത്തിൻ്റെ ദൗർഭാഗ്യമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതിൽ നാട് ലജ്ജിക്കണം എന്നാണ് ഈ ആർട്ടിക്കിളിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ. എന്തായാലും രാഹുൽ ഗാന്ധി ചെയ്തത് വളരെ തെറ്റായ ഒരു നടപടിയാണ് എന്നുള്ളത് കോൺഗ്രസിലുള്ളവർക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വളരെ വ്യക്തമായി അറിയുന്ന ഒരു സംഗതിയാണ്. ഇതുപോലെയുള്ള 10 നേതാക്കന്മാർ രാജ്യത്തുണ്ടായ ായാൽ മതി, ശത്രുക്കൾക്ക് വളരെ പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. പക്ഷേ അവിടെ കരുത്താർന്ന നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വാദങ്ങളെ അടിച്ചമർത്തി അവരെ നിലംപരിശാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.